ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലെ ഓൾഡ് മനാമ മാർക്കറ്റിൽ വൻ തീപിടുത്തം. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. സൂക്കിലെ സിറ്റി മാക്സ് ഷോപ്പിന് പിറകിലുള്ള മാളിലാണ് തീപിടിച്ചത്. അടുത്തടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു. അതേസമയം പല കടകളും പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 49 മരണം. മരിച്ചവരിൽ 21 പേർ ഇന്ത്യക്കാരാണ്. ഇന്നലെ പുലർച്ചെ 4ഓടെയാണ് മൻഗഫിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. പലരുടെയും നില ഗുരുതരമാണ്. മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC ഗ്രൂപ്പിന്റേതാണ് കെട്ടിടം. NBTCയുടെ സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരും കെട്ടിടത്തിൽ താമസിച്ചിരുന്നു. തീപിടുത്തമുണ്ടായ മൻകഫ് ബ്ലോക്ക് 4-ലെ 6 നില കെട്ടിടത്തിൽ 96 പേരായിരുന്നു താമസിച്ചിരുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. മരിച്ചവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടയിലാണ് തീപിടുത്തം എന്നത് മരണസംഖ്യ ഉയരാൻ കാരണമായി. കെട്ടിടത്തിൽ തീയും പുകയും നിറഞ്ഞതോടെ ശ്വാസം മുട്ടിയാണ് കൂടുതൽ പേരും മരണപ്പെട്ടത്. താഴെ നിലയിൽ തീ പടരുന്നത് കണ്ട് മുകളിൽ നിന്നും ചാടിയ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മലയാളികളെ കൂടാതെ തമിഴ്നാട്, ആന്ധ്ര, പഞ്ചാബ്, നേപ്പാൾ സ്വദേശികളും അപകടത്തിൽപ്പെട്ടു. മലയാളികളിൽ കോട്ടയം, കൊല്ലം, എറണാകുളം, തൃശൂർ ഭാഗത്തു നിന്നുള്ളവരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചതെന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച അൽ അദാൻ ആശുപത്രി, അൽ കബീർ മുബാറക് ആശുപത്രി എന്നിവ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈക്ക സന്ദർശിച്ചു. അൽ അദാനിൽ 30ഓളം ഇന്ത്യക്കാർ ചികിത്സയിലുണ്ട്. പരിക്കേറ്റവർക്കുള്ള സഹായത്തിനും തുടർ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും പ്രാദേശിക അധികാരികളുമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിനോട് അടിയന്തരമായി കുവൈറ്റിലെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിതരെ സഹായിക്കാൻ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കുവൈറ്റ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. തീപിടുത്തത്തെ തുടർന്ന് അഹമ്മദി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. കുവൈറ്റ് തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിന് ഇരകളായ എല്ലാവർക്കും പൂർണ്ണ സഹായം നൽകുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കറും വ്യക്തമാക്കി. വിദേശത്തു നിന്ന് വീണ്ടും പോസ്റ്റൽ വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ഒമാൻ കസ്റ്റംസ് വിഭാഗം പരാജയപ്പെടുത്തി. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിയതെന്നും 3 വ്യത്യസ്ത സംഭവങ്ങളിലായി പാഴ്സലായി എത്തിയ 6.65 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്നും കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ സമാന സംഭവത്തിൽ പോസ്റ്റൽ പാഴ്സൽ വഴി എത്തിയ 3.8 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തിരുന്നു. നേരത്തെ അതിർത്തി വഴി കടത്താൻ ശ്രമിച്ച 1200 കിലോഗ്രാം ഹാഷിഷും കസ്റ്റംസ് വിഭാഗം പിടികൂടി. വാഹനത്തിനുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. അതേസമയം മയക്കുമരുന്ന് കടത്ത് ശക്തമായി തടയുന്നതിന് രാജ്യത്തിന്റെ കടൽ, കര, വ്യോമ അതിർത്തികളിൽ പരിശോധന അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട്. വേനലവധി ആരംഭിക്കുകയും പെരുന്നാൾ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഒമാനിലെ വിമാനത്താവളങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഒമാനിൽ നിന്നും പുറത്തേക്കുള്ള യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിലെത്തണമെന്ന് വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടു. ട്രാവൽ ഏജന്റുമാർ യാത്രക്കാർക്കും ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. യാത്രക്കാർ 4 മണിക്കൂർ മുമ്പെങ്കിലും ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തണം. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് കൗണ്ടർ അടയ്ക്കും. വിസ റദ്ദാക്കുന്ന യാത്രക്കാരാണെങ്കിൽ ചുരുങ്ങിയത് 4 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ബോർഡിംഗ് ഗേറ്റിൽ 30 മിനിറ്റ് മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ചിരിക്കണം. ബാഗേജ് നിയമങ്ങളും പാലിക്കണം. അനുവദിച്ചതിൽ കൂടുതൽ ബാഗേജ് അനുവദിക്കില്ല. ഹാൻഡ് ബാഗിലും മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടു.
ജൂൺ 17 വരെയുള്ള ദിവസങ്ങളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുക. പരിശോധനകളും സുരക്ഷാ നടപടിക്രമങ്ങളും കാരണം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ വർദ്ധിച്ച കാത്തിരിപ്പ് സമയം പ്രതീക്ഷിക്കാം. പെരുന്നാൾ അവധി തുടങ്ങാനിരിക്കെ പലരും നാട്ടിലേക്ക് പോകാനും ആഘോഷം വിദേശത്താക്കാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് 9 ദിവസത്തെ അവധി ലഭിച്ചാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. ഖരീഫ് സീസൺ ആരംഭിക്കാനായതും വിമാനത്താവളത്തിലെ തിരക്ക് കൂടാൻ കാരണമാകും. ബലിപെരുന്നാൾ ആഘോഷത്തിന് പടക്കം പൊട്ടിക്കുന്നത് വൻ സുരക്ഷാ പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നു എന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പടക്കവും അപകടകരമായ കരിമരുന്ന് വസ്തുക്കളും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ഓർമ്മിപ്പിച്ചു. ശബ്ദമലിനീകരണവും പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്യുന്നതായി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. രാജ്യത്തേക്ക് കരിമരുന്നും സ്ഫോടക വസ്തുക്കളും ഒളിച്ചു കടത്തുന്നത് 3 വർഷം തടവും 3000 റിയാൽ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. പടക്കവും കരിമരുന്നും വിനോദത്തിനായാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആഘോഷവേളകളിൽ പലപ്പോഴും വൻ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ്. അതിനാൽ അനധികൃതമായി പടക്കം സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റോയൽ ഒമാൻ പോലീസിനെ വിവരം അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പടക്കം, വെടിക്കെട്ട് എന്നിവയുടെ ഉപയോഗം ഇല്ലാതാക്കുക, വാഹനങ്ങൾ അമിതവേഗത ഒഴിവാക്കുക, കടലിൽ കുളിക്കുമ്പോഴും മറ്റും കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വെച്ചു. 2020 ലോകകപ്പിലെ അവസാന മത്സരത്തിൽ ഒമാൻ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ആദ്യ 3 കളിയും തോറ്റ ഒമാൻ ടീം ഇതിനോടകം ലോകകപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ആശ്വാസജയം തേടിയാകും ഇന്ന് ടീം കളത്തിലിറങ്ങുക. സർ വിവിയൻസ് റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ബാറ്റർമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് തിരിച്ചടിയായത്. ആദ്യ കളിയിൽ 11 റൺസിനാണ് സൂപ്പർ ഓവറിൽ നമീബിയയുടെ തോൽവി വഴങ്ങിയത്. രണ്ടാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ വിറപ്പിച്ചാക്കാനും ഒമാനിനായി. കടൽ മാർഗം രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 13 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഏഷ്യൻ പൗരത്വമുള്ള പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.